ശ്രീ പി ജെ വിൻസെന്റ്, നോക്കൂ, അൺകണ്ടീഷണൽ സറണ്ടർ ആണ് ഇറാനോട് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ ആണ്. അവിടെ ഇറാൻ ഈ യുദ്ധം തുടങ്ങി 8ാം ദിവസം അവരുടെ തിരിച്ചുപോക്ക് പ്രകടിപ്പിക്കുകയാണോ? അവക്കാകെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞത് അമേരിക്കയുടെ ബേസ് ഉള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ നടത്താൻ കഴിഞ്ഞ ആക്രമണമാണ്. അത് തെറ്റായി പോയി എന്ന് ഇറാൻ സമ്മതിക്കുമ്പോൾ അത് ഒരു പിൻവലിയലാണോ? അല്ല, ഇറാൻ ഒരു ശക്തി കുറഞ്ഞ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയോടും മേഖലയിലെ സൈനിക സൂപ്പർ പവറായ ഇസ്രായേലിനോടുമായിട്ടാണ് അവർ ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് സാമ്പ്രദായികമായ യുദ്ധതന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സമീപനം അവർക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ നിർണായകമായ തകർക്കാനും അവർക്ക് സാധിച്ചു. ഇപ്പോൾ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ താഡ് ഡിഫൻസ് സിസ്റ്റം മില്യൺസ് ഓഫ് ഡോളേഴ്സ് വിലമതിക്കുന്ന ഒരു സംവിധാനമാണ്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റമാണ്. അത് ഉയർന്ന ആ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. അതുപോലെ സൗദി അറേബ്യയിലെ റിയാദിൽ അമേരിക്കയുടെ എംബസി തകർത്തു. അവർ എംബസി അടച്ചുപൂട്ടി. കുവൈറ്റിലെ എംബസി അടച്ചുപൂട്ടി. അവരുടെ വിവിധ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. നിലവിൽ 14 രാജ്യങ്ങളാണ് ഇറാന്റെ ആക്രമണത്തിന് വിധേയമായത്. അതിൽ സാമ്പ്രദായികമായ ശത്രു രാജ്യങ്ങൾക്ക് പുറമെ, സാമ്പ്രദായികമായ ശത്രു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾ പൊതുവിലും സൗദി അറേബ്യ വിശിഷ്യ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനുമായിട്ട് ശീതയുദ്ധത്തിലാണ്. അതിൽ സൗദി അറേബ്യ ഇറാൻ ശീതയുദ്ധം വളരെ കഠിനമായ തലത്തിലാണ് കഴിഞ്ഞ 47 വർഷമായി നിലനിൽക്കുന്നത്. അതുപോലെ മറ്റു രാജ്യങ്ങൾക്കും, ഗൾഫിലെ മറ്റു രാജ്യങ്ങൾക്കും, ഗൾഫിലെ ആറ് രാജ്യങ്ങൾക്കും സമാനമായ ആശങ്കയുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാനൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ രാജ്യങ്ങൾക്ക് എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് വഴിയേ സാധിക്കുകയുള്ളൂ. ഹോർമൂസ് കടലിടുക്ക് എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ മേലെ ഒരു ഡെമോക്ലസിന്റെ വാള് പോലെയാണ് ഇറാൻ എപ്പോഴും നിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ ശക്തി, സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നത് ഇറാന്റെ വലിയ ഒരു ശക്തിയാണ്. അതോടൊപ്പം ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ സൈനിക ശേഷി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും എപ്പോഴും ഭീതിയോടുകൂടിയാണ് ഇറാനെ നോക്കിക്കണ്ടത്. അതിന് പുറത്ത് സൈപ്രസ് ആക്രമിക്കപ്പെടുന്നു, ടർക്കി ആക്രമിക്കപ്പെടുന്നു, അസർബൈജാൻ ആക്രമിക്കപ്പെടുന്നു. സുന്നി ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാഖിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുന്നു. അപ്പോൾ ആ മേഖലയിലെ 14 രാജ്യങ്ങളിലേക്ക് അവർ മിസൈൽ ആക്രമണം നടത്തി. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, സ്വന്തം രാജ്യത്തിലെ പരമോന്നത നേതാവിനെ പോലും സംരക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അവരുടെ പരമോന്നത നേതാവിനെ ആദ്യ അറ്റാക്കിൽ തന്നെ നഷ്ടമാവുകയാണ്. അതിനുശേഷം അവർ ചെയ്ത നടപടികളാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത്. അതാണ് ഇന്ന് പെഷസ്കിയാൻ പറയുന്നത്. ഐ ഡീം ഇറ്റ് നെസസറി ടു അപ്പോളജൈസ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ദാറ്റ് വെയർ അറ്റാക്ട് എന്ന് പറയുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തുന്നതിന് തുല്യമല്ലേ അത്? തങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് കണ്ടുകൊണ്ടല്ലേ പെഷസ്കിയാൻ ആ ക്ഷമാപണം നടത്തുന്നത്? സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണോ ആക്രമിക്കപ്പെട്ടത്? അല്ല, എണ്ണ ശുദ്ധീകരണശാലകൾ, ജനവാസ മേഖലകൾ പോലും ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമാണ്. ആ നീക്കം തെറ്റായി പോയി എന്ന് ഇറാൻ തന്നെ സമ്മതിക്കുമ്പോൾ അവരുടെ ആകെയുള്ള പ്രതിരോധം വഴിതെറ്റി എന്നത് വ്യക്തമാവുകയാണ്. അല്ല, അതൊരു ചാവേറ്റ് പടയുടെ യുക്തി മാത്രമേ അതിന് പിന്നിലുള്ളൂ. അത് ഇറാന്റെ സൈനിക പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി. ഞങ്ങള് തകർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും എന്നുള്ളതാണല്ലോ ഈ ചാവേറിന്റെ ഒരു യുക്തി. അപ്പോൾ അവരുടെ പരമോന്നത നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോൾ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനാണ് ആയത്തുള്ള അലി ഖംനേയി. അതിനോടുള്ള വൈകാരികമായ പ്രതികരണമായിരുന്നു ചുറ്റുവട്ടത്തേക്കും
ചുറ്റുവട്ടമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും മിസൈൽ അയക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു രാജ്യത്തിന് മറ്റ് പല രാജ്യങ്ങളെയും പല നഗരങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ സാധിക്കും. പക്ഷേ സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ, നഗരങ്ങളെ, സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളെ, പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു രാജ്യത്തിന് അതിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സാധിക്കണം. ഇപ്പോഴുള്ള അവസ്ഥ, ഇറാൻ ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഇറാനിലെ ഏത് ലക്ഷ്യം വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെ തുറന്ന ആകാശമാണ് ആ രാജ്യത്തിനുള്ളത്. എവിടെ നിന്നും ആ രാജ്യം ആക്രമിക്കപ്പെടാം. അവരുടെ പരമോന്നത നേതാവിന് പോലും സംരക്ഷണം കൊടുക്കാൻ ആ രാജ്യത്തിന് കഴിയുന്നില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ ഇന്റലിജൻസിന്റെയും പട്ടാള സംവിധാനത്തിന്റെയും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അടക്കമുള്ള വരേണ്യ സൈനിക ദളങ്ങളുടെയും എല്ലാ തലങ്ങളിലും അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ ചാരന്മാർ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ആയത്തുള്ളയെ, പുതിയ പരമോന്നത നേതാവിനെ എടുക്കേണ്ടുന്ന 88 അംഗങ്ങളുടെ യോഗം നടക്കുന്നിടത്തേക്ക് പോലും എയർ സ്ട്രൈക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് അതിന്റെ ഒരു പ്രതിസന്ധി സ്വാഭാവികമായിട്ടും ഇറാനുണ്ട്. അപ്പോൾ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, പക്ഷെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. ഇതാണ് ഇറാന്റെ ഒരു ശക്തിയും അവരുടെ ദൗർബല്യവും. അപ്പോൾ ആക്രമിക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട് എന്നുള്ളത് നമ്മൾ ചുരുക്കി കാണരുത്. ഗൾഫ് മേഖലയിലുള്ള ഏത് ലക്ഷ്യങ്ങളും ഇപ്പോഴും ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും നിഴലിലാണ്. അതുകൊണ്ട് ഇതിനെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അവിടുത്തെ പെഷസ്കിയാൻ, അവിടുത്തെ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു തന്ത്രപരമായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. ഞങ്ങൾ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ആക്രമണത്തിന് പിന്തുണ കൊടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇപ്പൊ സൗദി അറേബ്യയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളല്ല, ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക സഖ്യത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് പ്രകാരം ഏതെങ്കിലും രാജ്യം സൗദി അറേബ്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും. മറ്റൊരർത്ഥത്തിൽ സൗദി അറേബ്യയെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ പാകിസ്ഥാനുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയുമാണ്. 2025 ജൂൺ 13 മുതൽ 24 വരെ ഉണ്ടായ 12 ദിന യുദ്ധത്തിൽ ഇറാന് പാകിസ്ഥാൻ സഹായം ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ഈ 12 ദിന യുദ്ധത്തിൽ അമേരിക്ക, ഇസ്രായേൽ സഖ്യം ഇറാൻ ആക്രമിച്ച സമയത്ത് തന്ത്രപരമായ സഹകരണവും രാഷ്ട്രീയമായ പിന്തുണയും പാകിസ്ഥാൻ ഇറാന് നൽകിയുണ്ടായി. ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് പിന്തുണ നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കാരണം തലിബാൻ അതിർത്തി പ്രദേശങ്ങൾ അടിച്ചു തകർക്കുകയാണ്. അതുകൊണ്ട് തലിബാനുമായുള്ള യുദ്ധത്തിലേക്ക് സൈന്യം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയ്ക്ക് പിന്തുണ കൊടുക്കാൻ പാകിസ്ഥാന്റെ പട്ടാളം നേരിട്ടിറങ്ങുമോ എന്നറിയില്ല. പക്ഷെ ചുരുങ്ങിയ പക്ഷം രാഷ്ട്രീയമായിട്ടെങ്കിലും പാകിസ്ഥാന് സൗദി അറേബ്യയ്ക്ക് പിന്തുണ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ ഓഷ്യൻ മേഖല ആക്രമിക്കപ്പെട്ടു. ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലേക്ക് യുദ്ധം വ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കും അതിൽ ഇടപെടേണ്ടി വരും. അപ്പോൾ അങ്ങനെ പുതിയ യുദ്ധമേഖലകൾ തുറക്കുകയും പുതിയ ആക്ടേഴ്സ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇതൊന്നും ഒരുപക്ഷെ ഇറാൻ അനുകൂലമായിട്ടല്ല വരിക. പാകിസ്ഥാന്റെ പൊസിഷനും ഇന്ത്യയുടെ പൊസിഷനും ഒന്നും ദീർഘകാലത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇറാൻ അനുകൂലമായിട്ടല്ല വരിക. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ കൺസേൺ ഗൾഫാണ്. 1 കോടി ഇന്ത്യക്കാർ അവിടെയുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ 40 ലക്ഷം, 4 മില്യൺ പാകിസ്ഥാനികൾ ഗൾഫ് മേഖലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൗരന്മാരുടെയും നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങളും തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇന്ന് പെഷസ്കിയാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.